പാശ്ചാത്യ രാജ്യങ്ങളിലെ നേതാക്കളെ ലൈവായി എടുത്തിട്ട് കുടഞ്ഞു ഇന്ത്യൻ വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ. മ്യൂണിച്ച് സുരക്ഷാ സമ്മേളനമായിരുന്നു വേദി. പാശ്ചാത്യ രാജ്യത്തെ നേതാക്കൾ ജനാധിപത്യത്തെക്കുറിച്ചുള്ള ഇന്ത്യയുടെ നിലപാടും ചിന്തകളും പങ്കുവയ്ക്കാൻ എസ് ജയശങ്കറോട് അഭ്യർത്ഥിച്ചു. തുടർന്ന് എസ് ജയശങ്കർ തുടങ്ങിയത് തന്നെ ഇങ്ങനെ: നോക്കൂ, ഒരു കൂട്ടം അശുഭചിന്തയും അശുഭാപ്തി വിശ്വാസവുമുള്ള പാനലിൽ ഞാൻ ശുഭാപ്തി വിശ്വാസിയായി ഇരിക്കുകയാണ്. എന്റെ വിരൽ ഞാൻ ഉയർത്താൻ പോവുകയാണ്. അത് മോശമായി എടുക്കരുത് പ്ലീസ്. ഇതെന്റെ ചൂണ്ടുവിരലാണ്. ഈ ചൂണ്ടുവിരൽ നഖത്തിൽ കാണുന്ന അടയാളം ഞാൻ വോട്ട് ചെയ്തു എന്നതാണ്. ഇന്ത്യയിൽ വോട്ട് ചെയ്ത ഒരു പൗരന്റെ അടയാളമാണിത്. നിങ്ങളുടെ രാജ്യങ്ങൾക്ക് സ്വപ്നം കാണാൻ പോലും ആകില്ല ഇന്ത്യയുടെ ജനാധിപത്യത്തിന്റെ കരുത്ത്. 900 ദശലക്ഷം വോട്ടർമാർ, അതിൽ 700 ദശലക്ഷം പേർ വോട്ട് ചെയ്തു ഒറ്റ ദിവസം കൊണ്ട്. അതും മണിക്കൂറുകൾക്കുള്ളിൽ ഫലം പ്രഖ്യാപിച്ചു. മറ്റു രാജ്യങ്ങളായിരുന്നു എങ്കിൽ ഈ പ്രോസസ് അവർക്ക് ചിന്തിക്കാനാകില്ല, എസ് ജയശങ്കർ വ്യക്തമാക്കി. ആധുനിക കാലഘട്ടത്തിൽ നമ്മൾ വോട്ട് ചെയ്യാൻ തുടങ്ങിയ സമയം മുതൽ പതിറ്റാണ്ടുകൾക്ക് മുൻപ് ചെയ്തതിനേക്കാൾ 20% ആളുകൾ ഇന്ന് വോട്ട് ചെയ്യുന്നു. പല രാജ്യത്തും പോളിംഗ് ശതമാനം കുറയുമ്പോൾ 90 കോടി വോട്ടർമാരുള്ള ഇന്ത്യയിൽ വോട്ടിടുന്നവരുടെ ശതമാനം ഉയരുകയാണ്. അതിനാൽ ആഗോളതലത്തിലും ലോകമെമ്പാടും എങ്ങനെയെങ്കിലും ജനാധിപത്യം പ്രശ്നത്തിലാണ് എന്ന് പറയുമ്പോൾ അതിൽ ഞങ്ങളെ പെടുത്തരുത്. ലോകത്തെ ജനാധിപത്യത്തെ നയിക്കുന്നതും അതിന്റെ മനോഹരമായ ഉദാഹരണവുമാണ് ഭാരതം. ക്ഷമിക്കണം, ജനാധിപത്യം അപകടത്തിൽ എന്ന് പറഞ്ഞാൽ ഇന്ത്യ ആ കണക്കിൽ പെടില്ല എന്നും എസ് ജയശങ്കർ വ്യക്തമാക്കി. അതായത്, ഞങ്ങൾ ഇപ്പോൾ സുഖമായി ജീവിക്കുന്നു, ഞങ്ങൾ നന്നായി വോട്ട് ചെയ്യുന്നു, ഞങ്ങളുടെ ജനാധിപത്യത്തിന്റെ ദിശയെക്കുറിച്ച് ഞങ്ങൾ ശുഭാപ്തി വിശ്വാസികളാണ് എന്നും ഞങ്ങൾക്ക് ജനാധിപത്യം യഥാർത്ഥത്തിൽ വിതരണം ചെയ്യപ്പെടുന്നുവെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ഇന്ത്യയിൽ വോട്ടെടുപ്പ് കഴിഞ്ഞ് ഫലം പ്രഖ്യാപിച്ചാൽ പിന്നെ ആർക്കും തർക്കമില്ല. ഫലം അംഗീകരിക്കില്ല എന്ന് ആരും പറയില്ല. ഫലം എല്ലാവരും അംഗീകരിക്കുന്നു. പരാതികൾ ഉണ്ട് എങ്കിൽ തന്നെ പരിഹരിക്കാൻ ഞങ്ങളുടെ ജനാധിപത്യത്തിൽ സംവിധാനവും കോടതികളും സദാ ജാഗരൂകരാണ്. നോർവേ പ്രധാനമന്ത്രി ജോനാസ് ഗെഹർ സ്റ്റോർ, US സെനറ്റർ എലിസ സ്പോട്കിൻ, വാർസോ മേയർ റഫാൽ ട്രസാസ്കോവസ്ത് എന്നിവർ ആയിരുന്നു ചർച്ചാ പാനലിൽ ഉണ്ടായിരുന്നത്. ഇതിനിടെ ജനാധിപത്യത്തിന് ജനങ്ങളുടെ തീന്മേശയിൽ ഭക്ഷണം കൊണ്ടുവരാൻ കഴിയുമോ എന്ന് പറഞ്ഞ സെനറ്റർ സ്ലോട്കിനോടും ജയശങ്കർ പ്രതികരിച്ചു. നോക്കൂ, ജനാധിപത്യമാണ് ഇന്ത്യയുടെ എല്ലാ വേരുകളിലും ഉള്ളത്. ഇന്ത്യയുടെ ശ്വാസവും അത് തന്നെയാണ്. ഞങ്ങളൊരു ജനാധിപത്യ സമൂഹമായതുകൊണ്ടാണ് ഞങ്ങൾ 800 ദശലക്ഷം ആളുകൾക്ക് പോഷകാഹാര പിന്തുണയും ഭക്ഷണവും നൽകുന്നത്. 80 കോടി ജനങ്ങൾക്കാണ് ഇന്ത്യൻ ആഹാര സാധനങ്ങൾ റേഷൻ സംവിധാനത്തിൽ വിതരണം ചെയ്യുന്നത്. അത് അവർ എത്രമാത്രം ആരോഗ്യമുള്ളവരാണ്, അവരുടെ വയറ് നിറയ്ക്കുന്നതാണ് ഞങ്ങളുടെ ജനാധിപത്യം. ജനാധിപത്യം ഇല്ലാത്ത പല രാജ്യങ്ങളിലും ജനങ്ങൾ പട്ടിണി കിടക്കുമ്പോൾ ഭക്ഷ്യസാധനങ്ങൾ കയറ്റി അയച്ച് പണം വാങ്ങി സർക്കാർ ഖജനാവിലേക്ക് മാറ്റും. ഇന്ത്യ അങ്ങനെ ചെയ്യാത്തത് ജനാധിപത്യമാണ് ഞങ്ങളെ നിയന്ത്രിക്കുന്നത് എന്നതിനാലാണ് എന്നും എസ് ജയശങ്കർ വ്യക്തമാക്കി. ലോകത്തിന്റെ വിവിധ ഭാഗങ്ങൾ വ്യത്യസ്തമായ വിഷയത്തിൽ കടന്നുപോകുന്നു. ലോകത്ത് ജനാധിപത്യ രാജ്യങ്ങളിൽ പ്രതിസന്ധികൾ കുറവാണ്. ലോകത്തിന്റെ വിവിധ ഭാഗങ്ങൾ വ്യത്യസ്തമായ സംഭാഷണങ്ങളിലൂടെ കടന്നു പോകുന്നു എന്നതാണ് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്ന കാര്യം. നന്നായി പ്രവർത്തിക്കുന്ന ഭാഗങ്ങളുണ്ട്, ഒരുപക്ഷെ അത് ഇല്ലാത്തതും അല്ലാത്തതുമായ ഭാഗങ്ങളുണ്ട്. എന്തുകൊണ്ട് അല്ലാത്തത് എന്നതിനെക്കുറിച്ച് ആളുകൾ സത്യസന്ധമായ സംഭാഷണങ്ങൾ നടത്തേണ്ടതുണ്ട് എന്ന് ഞാൻ കരുതുന്നു, അദ്ദേഹം കൂട്ടിച്ചേർത്തു. ഇതിനിടെ അറബ് രാജ്യങ്ങൾ, ചൈന, ബംഗ്ലാദേശ് ഉൾപ്പെട്ട ആഗോള ദക്ഷിണേന്ത്യയിലെ രാഷ്ട്രങ്ങൾ ഇപ്പോഴും ജനാധിപത്യ സംവിധാനവും ജനങ്ങളെ ആകർഷിക്കുന്ന മാതൃകയും ആഗ്രഹിക്കുന്നുണ്ടോ എന്ന ചോദ്യത്തിന് ഞങ്ങൾ തീർച്ചയായും പ്രതീക്ഷിക്കും. ഞാൻ ഉദ്ദേശിച്ചത് ഒരു പരിധിവരെ ഞങ്ങൾ ജനാധിപത്യത്തെ ഒരു സാർവത്രിക അഭിലാഷമായി കരുതുന്നു. അത് ഒരു യാഥാർത്ഥ്യമാണ്. പക്ഷേ കുറഞ്ഞത് ഒരു ജനാധിപത്യ മാതൃക തിരഞ്ഞെടുക്കണം എന്നാണ് ഇന്ത്യക്ക് ലോകത്തോട് പറയാനുള്ളത്. ജനാധിപത്യ മാതൃക ബഹുസ്വര സമൂഹം ഉണ്ടാക്കുമെന്നും എസ് ജയശങ്കർ വ്യക്തമാക്കി. ന്യൂസ് ഡെസ്ക് കർമ്മസ്.